നമ്മളെ ആപ്പുകളും ഗെയിമുകളും ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എന്ന് ഇന്നേ വരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇതിനുള്ള ഉത്തരമാണ് പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിങ്ങിനായി പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അതിലൊരു പോപ്പുലർ ലാംഗ്വേജ് ആണ് പൈത്തൺ. എന്താണ് പൈത്തൺ? പൈത്തൺ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാം? എന്തുകൊണ്ടാണ് പൈത്തൺ ഇത്രക്കൊരു പോപ്പുലാരിറ്റി? പൈത്തൺ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആൻഡ് പവർഫുൾ യൂസർ ഫ്രണ്ട്ലി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് മാത്രമല്ല, ഡാറ്റ അനലിസ്റ്റ്, അക്കൗണ്ടൻസ്, മാത്തമാറ്റീഷ്യൻ, സയന്റിസ്റ്റ്, പിന്നെ നെറ്റ്വർക്ക് എഞ്ചിനീയേഴ്സ്, ഇവരുടെ ഇടയിൽ മാത്രമല്ല കുട്ടികൾക്കിടയിൽ പോലും പൈത്തൺ ഭയങ്കര പോപ്പുലർ ആണ്. പല ഫീൽഡിലായി പൈത്തൺ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വെബ് ഡെവലപ്മെന്റ്, ഡാറ്റ അനലിസിംഗ്, AI, മെഷീൻ ലേണിംഗ്, വിഷ്വലൈസേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലാതെ പൈത്തൺ ഉപയോഗിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ വഴി നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ, ഒരേ ടാസ്ക് കുറേ ടൈം നമുക്ക് ചെയ്യണമെങ്കിൽ ഓട്ടോമേഷൻ യൂസ് ചെയ്താൽ മതി. പൈത്തൺ ഉപയോഗിച്ച് നമുക്ക് അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിൽ ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷൻസ്, മൊബൈൽ അപ്ലിക്കേഷൻസ്, വെബ് അപ്ലിക്കേഷൻ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഹാക്കിംഗ്, പിന്നെ സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്, ഇതിനൊക്കെ പൈത്തൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ടും പൈത്തൺ ഒരു മൾട്ടി പർപ്പസ് യൂസിങ് ലാംഗ്വേജ് ആണ്. പ്രസന്റ് ടൈമിൽ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ വാട്ട് മേക്സ് പൈത്തൺ സ്പെഷ്യൽ? പൈത്തൺ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് കോംപ്ലക്സ് പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണുന്നുണ്ടെങ്കിലും പക്ഷെ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ കോഡും ചെറുതാണ്, സമയലാഭമുണ്ട്. പൈത്തൺ ഒരു ക്രോസ് പ്ലാറ്റ്ഫോം ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന അപ്ലിക്കേഷൻ മാക്കിലും വിൻഡോസിലും ലിനക്സിൽ പോലും അഡാപ്റ്റബിൾ ആണ്. പിന്നെ പൈത്തൺ ഒരു പോപ്പുലർ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കമ്മ്യൂണിറ്റി കൂടിയാണ്. നമുക്ക് ഈ പൈത്തണിൽ വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ പുതിയ അപ്ഡേഷൻസും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. പിന്നെ പൈത്തണിൽ വരുന്ന കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്റ്റെൻസീവ് ലൈബ്രറി, ഫ്രെയിം വർക്ക്സ്, പിന്നെ ടൂൾ കളക്ഷൻസ് ഒക്കെയാണ്. ഇതൊക്കെ വെച്ച് നമ്മളുടെ ഐഡിയാസ് റീബിൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയവും റിസോഴ്സും ഒക്കെ ലാഭിക്കാൻ പറ്റും നമുക്ക്. നമ്മളൊരു കാര്യം പഠിക്കാനും നമ്മുടെ ഉള്ളിലെ ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പൈത്തൺ നൽകുന്ന സിംപ്ലിസിറ്റിയും ക്ലാരിറ്റിയും ഇതിനൊരു വലിയ ഡിമാൻഡാണ്. നിങ്ങൾക്കും ഒരു IT മേഖലയിൽ നല്ലൊരു കരിയറാണ് ചൂസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ പൈത്തൺ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്, subscribe Mark Lines Infotech.